ഏറ്റവും അധികം സാലറി കിട്ടുന്ന ഒരു ജോലി ഏതാണ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോഴ്സ് പഠിക്കാനായിട്ട് കുറച്ച് കുട്ടികളെങ്കിലും തയ്യാറാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാലറിയും സമൂഹത്തിൽ കിട്ടുന്ന ഒരു സ്റ്റാറ്റസിന്റെ ബേസിൽ മാത്രമാണിത്. അപ്പോ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്ത ചില പാരൻസ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര മിടുക്കനാണ്, ഏറ്റവും അധികം സാലറി കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവൻ പഠിക്കാൻ പോയേക്കുന്നത്, പണ്ടേ അറിയാം, എക്സൽ ചെയ്യും എന്നുള്ള കാര്യം എന്ന് നമ്മളോട് ചിലർ പറയാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ കുട്ടി തിരിച്ചു വരാണ്, മമ്മി ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മൾ അവിടെ കൊടുത്ത എന്താ പറയാ ഫീസും സമയവും ഒക്കെ വേസ്റ്റ് ആണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങും. അച്ഛൻ പറയും അല്ലെങ്കിൽ അമ്മ പറയും, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് അന്നേ എനിക്കറിയായിരുന്നു. കുട്ടി പറയും, എന്നാ പിന്നെ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നേരത്തെ പറയായിരുന്നില്ലേ, കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ ബേസിലുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ മറിച്ചേനെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കാവും. ഇതിനൊന്നും നിൽക്കണ്ട. നമ്മുടെ കുട്ടി ഒരു കാര്യം വന്ന് പറയുമ്പോൾ 10-12 കൊല്ലം അവരുടെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്ത ആൾക്കാർ, അതായത് ടീച്ചറും കൂടെ കൊടുത്തു വിടുമ്പോൾ നോക്കിയ ആൾക്കാരല്ലേ നമുക്കറിയാൻ പറ്റും നമ്മുടെ കുട്ടിക്ക് ഏതിലാണ് നന്നായി പോകാൻ പറ്റാത്തത് എന്നുള്ളത്. അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം അവർ വന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, ഇതിലെന്താണ് മെയിൻ പഠിക്കാനുള്ളത്, കോർ സബ്ജക്റ്റ് എന്താണ്? അപ്പോൾ നിന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ? നമുക്ക് തോന്നുകയാണ് ഇത് പറ്റില്ല എന്നാണെങ്കിൽ കുട്ടിയെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും, ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും അടുത്തേക്ക് വിടുക. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പോരുവിളിയും അതുപോലെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലിന്റെ മുന്നിലുള്ള നാണക്കേടും ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മുടെ കഴിവുകളെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. അതിനോടൊപ്പം തന്നെ കഴിവ് കേടുകളെയും തിരിച്ചറിയണം. കൂടുതലും കുറവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതാദ്യം കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുക. നമുക്ക് പ്ലസ് മാത്രമല്ല മൈനസും ഉണ്ടാവും. അപ്പോൾ നീ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം കൊണ്ട് നിന്നെ കൊണ്ട് ഇത് മുഴുവനാക്കാൻ സാധിക്കില്ല എന്ന് ചീത്ത പറഞ്ഞിട്ടല്ല, കാര്യകാരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് അതിലേക്ക് തിരിച്ചു വിടുമ്പോഴാണ് നമ്മളൊരു നല്ല പാരന്റ് ആവുന്നത്. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.